അപ്പോൾ പുലിമടയിൽ ഇന്ന് എനിക്ക് തോന്നുന്നത് വന്നിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത സിനിമ ടി വി താരം ചിപ്പിയാണ്. ചിപ്പിയോട് നമുക്ക് ചോദിക്കാം. പറഞ്ഞോളൂ ചിപ്പി, ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് എന്താ ചിപ്പിക്ക് പറയാനുള്ളത്? ചിപ്പി വിചാരിക്കുന്നത് എന്ത് പറയണമെന്നാണ്. ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇല്ല, അങ്ങനെ ഒരു ഓർമ്മ വരുന്നത് നിങ്ങളൊക്കെ കാരണമാണ് കേട്ടോ. ഞാൻ പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായി. ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്താണ്. അപ്പം അതിൻ്റെ വെച്ചിട്ട് എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ അമ്മയുടെ കൂടെ പോകാറുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 10th സ്റ്റാൻഡേർഡ് തൊട്ട് ഒറ്റയ്ക്ക് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം തന്നെ ഒരുപാട് വർഷമായിട്ടില്ലേ, പിന്നെ കുറച്ചേ മിസ്സായിട്ടുള്ളൂ, അങ്ങനെ അധികം മിസ്സായിട്ടില്ല. അതെ, യഥാർത്ഥത്തിൽ ചിപ്പി ഇല്ലാതൊരു ആറ്റുകാൽ പൊങ്കാലയെന്ന് ചോദിച്ച് പ്രേക്ഷകരിങ്ങനെ രാവിലെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിപ്പിയെ കണ്ടപ്പോൾ ആൾക്കാർക്ക് വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു. അത് തലേന്നൊക്കെ ചാനലുകളൊക്കെ വിളിച്ചു പറഞ്ഞു ചിപ്പി വരണം എന്നൊക്കെ. എന്തൊക്കെയായിരുന്നു ചാനലുകൾ ചിപ്പിയോട് പറഞ്ഞത്? അത് പറയുമ്പോൾ എല്ലാവരും പരിചയക്കാരല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു അവർ തന്നെ എല്ലാവരും തന്നെ ഒരുമാതിരി എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഏകദേശം വരുന്നതൊക്കെ. അപ്പോൾ അറിയില്ല. പിന്നെ പൊങ്കാലയുടെ സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടാവും, അപ്പോൾ ഒരുമിച്ചെടുക്കും, അത്രയേ ഉള്ളൂ. അതുപോലെ ചിപ്പി കഴിഞ്ഞാൽ, ചിപ്പി ഇപ്പോൾ ഒരു നിലവിദ്വാനെ പോലെ വിദ്വാട്ടിയാണ്. എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചിപ്പി ഉണ്ടാകും. ചിപ്പി കഴിഞ്ഞാൽ പിന്നെ ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചലച്ചിത്ര TV താരങ്ങൾ ആരൊക്കെയാണ്? ഇല്ല, എൻ്റെ കൂടെ അങ്ങനെ അധികം ആരും വരാറില്ല. പിന്നെ അവിടെ പലരും ചിലർ അടുപ്പിച്ച് വരുന്നൊരു കുറവാണ്. ഇങ്ങനെ 1 വർഷം വരുന്നവരുണ്ട്, 3 വർഷം ഇടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്തെ ചിത്ര ആനി സ്ഥിരമായിട്ട് ഇടും. പിന്നെ മേന ചേച്ചി ഇടും, ജലജ ചേച്ചി ഞാനും ഒരുമിച്ചാണ് കുറച്ച് നാളായിട്ട് ഇടുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ പകുതി പേരെയും അവിടെ എത്തിക്കഴിയുമ്പോഴേ അറിയുള്ളൂ ഉണ്ടോ ഉള്ളത്. ചിപ്പി ഒരുപാട് സിനിമയിൽ പ്രേക്ഷകർ കണ്ടതാണ്. നല്ല കുറേ സിനിമകൾ, പാഥയം പോലുള്ള കുറേ നല്ല ചിത്രങ്ങൾ ചിപ്പി ചെയ്തു. എന്നാൽ പെട്ടെന്ന് ചിപ്പി സിനിമയിൽ നിന്ന് ഒതുങ്ങി ടെലിവിഷൻ സീരിയലിലേക്ക് പിന്മാറി. സീരിയലിൽ മാത്രം ഒതുങ്ങാൻ തീരുമാനിച്ചത് ഭർത്താവിൻ്റെ സമ്മർദ്ദം വല്ലതും ആണോ? 2 പേര് സിനിമയിൽ വേണ്ടെന്ന് വിചാരിച്ച് ഒതുക്കിയതൊന്നുമില്ല. തൽക്കാലം സീരിയലെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു. കാര്യം മോളുടെ കാര്യം, മോളാണ് എനിക്കുള്ളത്. അപ്പം വീട്ടിലെ കാര്യം അതൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്തെ ഷൂട്ടിംഗ് ആകുമ്പോൾ കുറച്ച് വീട്ടിലെ കാര്യവും നടക്കും, ഷൂട്ടും നടക്കും. ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോറൊക്കെ പോയിട്ട് നമ്മുടെ സമയം എന്നൊക്കെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് സീരിയൽ കംഫർട്ടബിൾ. പിന്നെ ഭയങ്കര റീച്ച്. ഞാൻ നോക്കിയിട്ട് ഞാൻ സിനിമ ചെയ്തതിനെക്കാട്ടിലും എനിക്ക് പ്രേക്ഷകർ ഒരു സ്നേഹം കിട്ടിയത് സീരിയലുകളാണ്. സിനിമ ഓഫ് കോഴ്സ് ഇല്ലയെന്നല്ല, പക്ഷെ എന്നാലും വീട്ടിലെ ഒരാളായിട്ട് എല്ലാവരും എന്നെ കണ്ടു തുടങ്ങിയത്, ഞങ്ങളുടെ വീട്ടിലെ ആളെന്നുള്ളത് കണ്ടു തുടങ്ങിയത് സീരിയൽ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് ആ ഒരു സന്തോഷമുണ്ട്. ഒരു സ്വകാര്യം ചോദിച്ചോട്ടെ, ഈ വാർത്തയെ കാണാറുണ്ടോ? ഞങ്ങൾ 8-10 പേര് ഇങ്ങനെ നിൽക്കുക, എന്താ പറയാനുള്ളത്? ചോദിക്കാനൊന്നും ഇല്ല, നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കാനല്ലേ ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ നിങ്ങളോടൊക്കെ ഞാനെന്ത് ചോദിക്കാനാ? ഓക്കെ, താങ്ക് യു ചിപ്പി. അപ്പോൾ നമുക്ക് ചിപ്പിയോട് കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിക്കണം, നമ്മുടെ കുറച്ച് സമയമാണ് പോകും അല്ലേ വിജയകുമാർ? അപ്പോൾ നമുക്കിനി മാത്രമല്ല ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ നേരമാകുന്നു. ഇടവേള കഴിഞ്ഞ് നമുക്ക് വേഗം മടങ്ങി വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 3 മണിക്കൂർ ദൈർഘ്യത്തിൽ 9 മണിക്കായിരിക്കും ഈ പരിപാടി അവസാനിക്കുക. അപ്പോൾ ചില നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകർക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങളും. യെസ് ആഷ്മി. ഓക്കെ, വിപി ജെയിംസ് എന്താ പറയാമെന്നോ? ഇല്ലില്ല, ചിപ്പിയായിട്ട് ഞങ്ങൾ ഫിലിം സെൻസർ ബോർഡിൽ ഒരുമിച്ചിരുന്നിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചൊരു സിനിമ എത്തിയിരുന്നു. ആ സിനിമയ്ക്ക് അനുമതി നിഷേധിച്ചു. അതിന് പ്രധാന വാദം ഉന്നയിച്ചത് ചിപ്പി തന്നെയായിരുന്നു. അത് ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി കോൺട്രവേഴ്സ്യൽ മൂവിയായിരുന്നു. ചിപ്പിയെ കണ്ടപ്പോൾ എന്തോ അതല്ല, അന്നത് ഡിവൈഡഡ് ആയിരുന്നു വിധി. അപ്പൊ അതുകൊണ്ട് ഉണ്ടായിരുന്നതാണ്. അപ്പൊ ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചുള്ള സിനിമയാണ്. അതിന്റെ എതിർപക്ഷത്തായിരുന്നു പിന്നീട് അതിന് അനുമതി അനുജയ്ക്ക് മനസ്സിലായില്ലേ? പ്രതാപേന്ദ്രൻ പറഞ്ഞോലേ, പിപിയുടെ പിടിപാടിന്റെ വലിപ്പം മനസ്സിലായി, അങ്ങ് ഡൽഹി വരെയാണ്.